തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി കുമ്പളങ്ങ പരിപ്പ് കറിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ഒരു കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ആ 1 കപ്പ് പരിപ്പ് ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് കുമ്പളങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വെള്ളം ചേർത്തൊന്ന് നന്നായിട്ടൊരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമുക്കിതൊന്ന് ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് വെക്കാം. ആ പരിപ്പും കുമ്പളങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കാൻ പാടില്ല. ആ ഒരു കഷ്ണങ്ങളൊന്ന് കാണുന്നത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ഒരു 3 എണ്ണം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് വെള്ളവും കൂടി ചേർത്താണ് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കേണ്ടുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഇനി ഒത്തിരി അങ്ങ് തിളയ്ക്കാൻ പാടില്ല. ചെറിയ തിള വരുമ്പോൾ നമുക്കിതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് താളിക്കാനുള്ള ചേരുവകളൊന്ന് ചൂടായ പാനിലേക്ക് ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർക്കാം ആദ്യം. ഇതോടൊപ്പം തന്നെ നമുക്ക് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി ഇതിന്റെ ചുവന്നുള്ളിയുടെ നിറം ഒന്ന് മാറി ഒന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ആ ചുവന്നുള്ളിയുടെ നിറം ഒന്ന് മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നിന്ന് നമുക്ക് ഒരു 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ഒന്നും തിളച്ച് പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ കടുക് താളിച്ച് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ചേർക്കാനായിട്ട് പാടില്ല. കറി ഒന്ന് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എടുത്താൽ മതിയാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചോറിനൊക്കെ ഒന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ മറക്കാണ്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്